To all, today we are going to teach pre-acquisition profit and post-acquisition profit. എന്താണ് pre-acquisition profit എന്ന് പറഞ്ഞാൽ the profit and retained earnings of the subsidiary company before the acquisition of its shares by the parent company is called pre-acquisition profit. അതായത് അക്വിസിഷന് മുമ്പുള്ള പ്രോഫിറ്റ് അക്വയർ എന്താ പാരൻറ്റ് കമ്പനി സബ്സിഡറി കമ്പനിയെ അക്വയർ ചെയ്യുന്ന ടൈമിൽ ആ അക്വയർ ചെയ്യുന്നതിന് മുമ്പുള്ള സമയത്തെ പ്രോഫിറ്റ് അതിനെയാണ് നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. ദ പ്രോഫിറ്റ് ആൻഡ് റീറ്റെയിൻഡ് ഏണിങ്സ്, പ്രോഫിറ്റും റീറ്റെയിൻഡ് ഏണിങ്സ് ഓഫ് ദി സബ്സിഡറി കമ്പനിയുടെ പ്രോഫിറ്റും റീറ്റെയിൻഡ് ഏണിങ്സും ബിഫോർ ദ അക്വിസിഷൻ ഓഫ് ഇറ്റ്സ് ഷെയർസ് ബൈ ദി പാരൻറ്റ് കമ്പനി. അതായത് പാരൻറ്റ് കമ്പനി അക്വയർ ചെയ്യുന്നതിനേക്കാളും മുമ്പുള്ള സബ്സിഡറി കമ്പനിയുടെ പ്രോഫിറ്റിനെയും റീറ്റെയിൻഡ് ഏണിങ്സിനെയാണ് നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്തായിരിക്കും? This is the profit earned by the subsidiary company after the date of acquisition. അക്വിസിഷന് ശേഷമുള്ള പ്രോഫിറ്റിനെയാണ് നമ്മൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയാം. അതായത് പാരൻറ്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന ലാഭമാണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. എച്ച് ലിമിറ്റഡ് അക്വയർഡ് 80% ഓഫ് ഷെയർസ് ഓഫ് ദി എസ് ലിമിറ്റഡിൻ്റെ 80% ഷെയർസ് എച്ച് ലിമിറ്റഡ് വാങ്ങി. അപ്പോൾ 50% കൂടുതലായി. അപ്പോൾ എച്ച് ലിമിറ്റഡ് പാരൻറ്റ് കമ്പനിയും എസ് ലിമിറ്റഡ് സബ്സിഡറി കമ്പനിയാണ്. ഓൺ 1st July 2019 ഫോർ 5 lakh. എത്ര എമൗണ്ടിനെ വാങ്ങിയ? 5 lakhന്. ദ ബാലൻസ് ഷീറ്റ് ഓഫ് എസ് ലിമിറ്റഡ് ഷോസ് ദാറ്റ് the surplus of S Limited as on 31st March 2020 is 1,20,000. സർപ്ലസ് കാണിക്കുന്നത് 1,20,000. കാൽക്കുലേറ്റ് ദ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആൻഡ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. ഇതിൽ നമ്മൾ ഡേറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. 1st July 2019 ഇത് കമ്പനി അക്വയർ ചെയ്തേക്കുന്നത്. എസ് ലിമിറ്റഡിനെ എച്ച് ലിമിറ്റഡ് അക്വയർ ചെയ്തത് 1st July 2019. നമുക്കറിയാം നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് 1st April to 31st March ആണ് അല്ലേ? അപ്പോൾ ഇതാണ് 1 year എന്ന് പറഞ്ഞാൽ. ഈ 1st July അക്വയർ ചെയ്തേക്കുന്നത്. അപ്പോൾ പ്രീ അക്വിസിഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1st April നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂലൈ 1st അക്വയർ ചെയ്തു. അപ്പോൾ അത് അക്വയർ ചെയ്തതാണ്. അപ്പോൾ പ്രീ എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് 1st July മുമ്പ് വന്നത് 3 months ആണ്. മനസ്സിലായാ? അതായത് 1st April to 31st March ആണ് നമ്മുടെ ഈ കലണ്ടർ പീരീഡ്. നമ്മൾ അക്കൗണ്ടിങ് ഉണ്ടാക്കുന്നത് ഈ ഒരു പീരീഡിലേക്ക് വേണ്ടിയാണല്ലോ. നിങ്ങൾക്കറിയാലോ, ഒന്നില്ലെങ്കിൽ കലണ്ടർ ഇയർ അല്ലെങ്കിൽ 1st April to 31st March. ഇവിടെ 1st April എന്ന് പറയുമ്പോൾ ഏപ്രിൽ, മെയ്, ജൂലൈയിലാണ് കമ്പനി ഏറ്റെടുത്തിട്ടുള്ളൂ. അപ്പോൾ ജൂലൈക്ക് മുമ്പുള്ള സമയത്തെയാണ് നമ്മൾ പ്രീ അക്വിസിഷൻ പീരീഡ് എന്ന് പറയുക. അപ്പോൾ 3 months ആണത് വരാം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ബാക്കിയുള്ള മാർച്ച് വരെയുള്ള സമയത്തിന് നമ്മൾ പോസ്റ്റ് അക്വിസിഷൻ പീരീഡ് കാണിച്ചു തരാം. പോസ്റ്റ് അക്വിസിഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ട് കണ്ട 1st ജൂലൈയിലാണ് അക്വയർ ചെയ്തത്. അപ്പോൾ 1st July എന്ന് പറയുമ്പോൾ ജൂലൈയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. നമ്മുടെ 1st April to 31st March വരെ അല്ലേ? അപ്പോൾ ഈ 9 മാസത്തെയാണ് നമ്മൾ പോസ്റ്റ് അക്വിസിഷൻ പീരീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്കത് കണ്ടുപിടിക്കണം. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമ്മളിവിടെ പ്രീ അക്വിസിഷൻ പീരീഡ് 3 മാസമാണെന്ന് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ പോസ്റ്റ് അക്വിസിഷൻ പീരീഡ് 9 months ആണെന്ന് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പം അതാണ് ഈ 3/12. അതായത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എത്രയെന്ന് നോക്കാം. ദ സർപ്ലസ് ഓഫ് എസ് ലിമിറ്റഡ് ആസ് ഓൺ 31st March വന്നേക്കുന്ന സർപ്ലസ് എന്ന് പറയുമ്പോൾ 1,20,000 ആണ്. ഈ 1,20,000 3/12 3 മാസമാണല്ലോ പ്രീ അക്വിസിഷൻ. അപ്പോൾ 12 monthsൻ്റെ 3 മാസത്തെയാണ് നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുക. അപ്പോൾ അത് കിട്ടുക 30,000. ക്ലിയർ ആയില്ലേ?
നെക്സ്റ്റ് പോസ്റ്റ് അക്വിസിഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ ഈ 1,20,000 നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടില്ല 9 months 9/12 അപ്പം 90,000. ഇങ്ങനെയാണ് നമ്മുടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും കണ്ടുപിടിക്കാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഡേറ്റാണ്. ഡേറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അനുസരിച്ച് പ്രീ അക്വിസിഷൻ എത്ര മന്ത്സ് ആണെന്നും പോസ്റ്റ് അക്വിസിഷൻ എത്ര മന്ത്സ് ആണെന്നും കണ്ടുപിടിച്ചാൽ നമുക്കിത് ചെയ്യാവുന്നതുള്ളൂ. അങ്ങനെ നമ്മൾ അതിൻ്റെ പ്രീ അക്വിസിഷൻ പോസ്റ്റ് അക്വിസിഷൻ്റെ ജസ്റ്റ് ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഒബ്ജക്റ്റീവ് ഓഫ് കൺസോൾട്ടേഷൻ, എന്തിനാണ് കൺസോൾട്ടേഷൻ ചെയ്യുന്നത്? കൺസോൾട്ടേഷൻ ബാലൻസ് ഷീറ്റ് അല്ലേ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അത് എന്തിനു വേണ്ടിയാണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ദ സ്റ്റാൻഡേർഡ് റിക്വയർസ് ആൻ എൻറ്റിറ്റി, അതായത് പാരൻറ്റ് കമ്പനി ദാറ്റ് കൺട്രോൾ വൺ ഓർ മോർ അതർ എൻറ്റിറ്റി സബ്സിഡറീസ് ടു പ്രസൻറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് കൺസോൾട്ടേറ്റ് ദാറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അതായത് പാരൻറ്റ് കമ്പനിയുടെ അടുത്ത് നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ആവശ്യപ്പെടുന്നുണ്ട്. അതായത് പാരൻറ്റ് കമ്പനിയും ബാക്കിയുള്ള ഓരോ സബ്സിഡറി കമ്പനിയും തമ്മിലുള്ള ഗ്രൂപ്പായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് ആവശ്യപ്പെടുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഡിഫൈൻ ദ പ്രിൻസിപ്പിൾ ഫോർ കൺട്രോൾ ആൻഡ് എസ്റ്റാബ്ലിഷ് കൺട്രോൾ ആസ് ദ ബേസിസ് ഫോർ കൺസോൾട്ടേഷൻ. നമ്മൾ പറഞ്ഞു ഇപ്പോൾ 50% ഷെയറിൽ കൂടുതൽ വേണം എന്താവണെങ്കിൽ ഒരു പാരൻറ്റ് കമ്പനി ആവണമെങ്കിൽ. അപ്പോൾ ബാക്കി 60 ആണെങ്കിൽ ബാക്കി 40% കൺട്രോൾ ആരുടെയാണ്? മൈനോറിറ്റിയുടെ. 60% ആണ് നമ്മുടെ പാരൻറ്റ് കമ്പനിയുടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കൺട്രോള്, ഇറ്റ് ഡിഫൈൻ ദ പ്രിൻസിപ്പിൾ ഫോർ കൺട്രോൾ ആൻഡ് എസ്റ്റാബ്ലിഷ് കൺട്രോൾ ആസ് എ ബേസിസ് ഫോർ കൺസോൾട്ടേഷൻ. അങ്ങനെ ആ ഒരു ബേസിസൊക്കെ നമുക്ക് ഇതുവഴി മനസ്സിലാക്കാൻ പറ്റും. തേർഡ്, ഇറ്റ് ഈസ് സെറ്റ് ഔട്ട് ദ അക്കൗണ്ടിങ് റിക്വയർമെൻറ്റ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് കൺസോൾട്ടേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് സെറ്റ് ഔട്ട് ദ അക്കൗണ്ടിങ് റിക്വയർമെൻറ്റ്, അതായത് കൺസോൾട്ടേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്തൊക്കെ അക്കൗണ്ടിങ് ആവശ്യമാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. ഫോർത്ത് പോയിന്റ്, ഇറ്റ് ഡിഫൈൻഡ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റി ആൻഡ് സെറ്റ് ഔട്ട് എക്സ്പെക്റ്റേഷൻ ടു കൺസോൾട്ടേറ്റിംഗ് സർട്ടൻ സബ്സിഡറീസ് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റി. ഇത് കൺസോൾട്ടേഷൻ വഴി ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റി ഏതാണെന്നും ആൻഡ് സെറ്റ് ഔട്ട് ദ എക്സെപ്ഷൻസ് ടു കൺസോൾട്ടേറ്റിംഗ് സർട്ടൻ സബ്സിഡറീസ് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റി. അതായത് ഏത് കമ്പനിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇപ്പം നമ്മുടെ പാരൻറ്റ് കമ്പനി എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, സബ്സിഡറി കമ്പനി എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കൺസോൾട്ടേറ്റഡ് ബാലൻസ് ഷീറ്റ് വേണം. ഇതൊക്കെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഓഫ് കൺസോൾട്ടേഷൻ. ഒന്നുകൂടി പറയാം, ദ സ്റ്റാൻഡേർഡ്സ് റിക്വയർസ് ആൻ എൻറ്റിറ്റി ദാറ്റ് കൺട്രോൾ വൺ ഓർ മോർ അതർ എൻറ്റിറ്റീസ് ടു പ്രസൻറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് കൺസോൾട്ടേറ്റിംഗ് ദ ഐറ്റംസ് ഓഫ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എല്ലാ കമ്പനിയുടെയും പാരൻറ്റ് കമ്പനിയുടെയും സബ്സിഡറി കമ്പനിയുടെയും ഗ്രൂപ്പായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. സെക്കൻഡ്, ഇറ്റ് ഡിഫൈൻ ദ നമുക്കറിയാം സബ്സിഡറി കമ്പനിയുടെ എത്ര കൺട്രോളുണ്ട്, മൈനോറിറ്റി കമ്പനിയുടെ എത്ര കൺട്രോളുണ്ട്, ഇതൊക്കെ നമുക്ക് ഈ കൺസോൾട്ടേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വഴി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യും. പിന്നെ എന്തൊക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സാണ് ആവശ്യമാണെന്നുള്ളത്, ഇറ്റ് സെറ്റ് ഔട്ട് ദ അക്കൗണ്ടിങ് റിക്വയർമെൻറ്റ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് എന്തൊക്കെ അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ആവശ്യമാണ് ഈ അതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫോർത്ത് പോയിന്റ്, ഇറ്റ് ഡിഫൈൻ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റി ആൻഡ് സെറ്റ് ഔട്ട് ദ എക്സെപ്ഷൻസ് ടു കൺസോൾട്ടേറ്റിംഗ് സർട്ടൻ സബ്സിഡറീസ് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി. ഇറ്റ് ഡിഫൈൻ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ലേ, പാരൻറ്റ് കമ്പനി ഓരോ കമ്പനി എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റി ആൻഡ് സെറ്റ് ഔട്ട് ദ എക്സെപ്ഷൻസ് ടു കൺസോൾട്ടേറ്റിംഗ് സർട്ടൻ സബ്സിഡറീസ് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റി. ഇതൊക്കെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തത് എന്താണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്നും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്നാണ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ദ പ്രോഫിറ്റ് ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഓഫ് ദി സബ്സിഡറി കമ്പനി ബിഫോർ ദ ഡേറ്റ് ഓഫ് അക്വിസിഷന് മുമ്പുള്ള പ്രോഫിറ്റിനെ നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്നും അക്വയർ ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റിനെ നമ്മൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. ഈ പ്രോബ്ലം ക്ലിയർ ആയില്ലേ? ഓക്കെ, ശരി. ഇത് നോട്ടിലേക്ക് എഴുതിയിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.